പിന്നെ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് ടേമാണ് ബില്ലിംഗ് സൈക്കിളും അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റ്. നമ്മുടെ ക്രെഡിറ്റ് കാർഡിന് ഒരു ബില്ലിംഗ് സൈക്കിൾ ഉണ്ടാകും. പല കാർഡിനും ഡിഫറൻ്റ് ആയിരിക്കും. ചില കാർഡിന് 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ആയിരിക്കും. ചില കാർഡിന് ഒരു മാസം 15-ാം തീയതി മുതൽ പിറ്റേ മാസം 14-ാം തീയതി വരെ ആയിരിക്കും. ആക്ച്വലി ഒരു 30 ദിവസമാണ് ഒരു കാർഡിൻ്റെ ബില്ലിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ആ ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തും. ആ ബിൽ സൈക്കിൾ എൻട്രി ചെയ്ത് നെക്സ്റ്റ് ഡേ നമുക്ക് നമ്മുടെ ബില്ല് ജനറേറ്റ് ആകും. ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ഡ്യൂ ഡേറ്റിലേക്ക് ഒരു ഗ്രേസ് പീരീഡ് കാണും. അപ് ടു ഒരു 18 ദിവസം വരെ ഗ്രേസ് പീരീഡ് കാണും. അങ്ങനെ ബില്ല് ജനറേറ്റ് ആയി ആ ഒരു ഗ്രേസ് പീരീഡ് കഴിഞ്ഞ് നമ്മൾ ബില്ല് റീപേ ചെയ്യേണ്ട, നമ്മൾ ഉപയോഗിച്ച ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ക്ലിയർ ചെയ്യേണ്ട ഡേറ്റ് ആണ് ഡ്യൂ ഡേറ്റ്. ആ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ ഉപയോഗിച്ച തുക നമുക്ക് റീപേ ചെയ്യാനായിട്ട് പറ്റണം. സോ ഇതാണ് ബില്ലിംഗ് സൈക്കിളും ഡ്യൂ ഡേറ്റും. ബില്ലിംഗ് സൈക്കിൾ ഓരോ കാർഡിനും ഡിഫറൻ്റ് ആയിരിക്കും. നമുക്ക് ലൈഫ് ടൈമിൽ ഒരു തവണ നമുക്കിപ്പോൾ നിലവിൽ ബില്ലിംഗ് സൈക്കിൾ ചേഞ്ച് ചെയ്യാനുള്ള, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ്. നമ്മൾ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്ത് കഴിഞ്ഞാൽ ₹1 പോലും എക്സ്ട്രാ കൊടുക്കേണ്ട പലിശയില്ല. പക്ഷേ ഡ്യൂ ഡേറ്റ് ആയിട്ട് നമ്മൾ റീപേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാകും. അതുപോലെ തന്നെ നമ്മൾ പലിശയും കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ പലർക്കും വരുന്നൊരു മിസ്റ്റേക്കാണ് പരസ്യത്തിൽ കാണുന്ന ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് അപ് ടു 48 ദിവസം എന്നുള്ളൊരു ടൈം. പലരും തിങ്ക് ചെയ്യുന്നത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എപ്പോൾ സ്പെൻഡ് ചെയ്താലും 47 ദിവസം നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടും, അതിനുള്ള റീപേ ചെയ്താൽ മതി എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ബില്ലിംഗ് സൈക്കിൾ അനുസരിച്ചാണ് ഈ ഒരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ബില്ലിംഗ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഈ പറയുന്ന 48 ദിവസം അപ് ടു 48 ദിവസം കിട്ടും. കാരണം 1-ാം തീയതി നമ്മൾ സ്പെൻഡ് ചെയ്തു, 30-ാം തീയതി കഴിഞ്ഞു, 1-ാം തീയതി ബില്ല് ജനറേറ്റ് ആയി, പിന്നെ ഒരു ഗ്രേസ് പീരീഡ് 18 ദിവസം കിട്ടും. അങ്ങനെ ഒരു അപ് ടു 48 ദിവസം നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടും. അതേസമയം നമ്മുടെ ബില്ല് ജനറേറ്റ് ആകുന്നതിന് തൊട്ട് തലേ ദിവസം, അതായത് നമ്മുടെ ബില്ലിംഗ് സൈക്കിൾ എൻഡ് ചെയ്യുന്ന ദിവസം 30-ാം തീയതിയാണെന്ന് കരുതുക, നമുക്ക് അപ് ടു 48 ദിവസം ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുകയില്ല. കാരണം നമ്മൾ സ്പെൻഡ് ചെയ്ത് നെക്സ്റ്റ് ഡേ നമ്മുടെ ബില്ല് ജനറേറ്റ് ആകും. ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ അപ് ടു 18 ദിവസം വരെ മാത്രമേ നമുക്കൊരു ഗ്രേസ് പീരീഡ് കിട്ടും. 18 ദിവസം കഴിയുമ്പോൾ ഡ്യൂ ഡേറ്റ് ആകും. സോ അവിടെ നമുക്ക് അപ് ടു ഒരു 18 ദിവസം മാത്രമേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടുകയുള്ളൂ. സോ നമ്മുടെ ബില്ലിംഗ് സൈക്കിളിൽ ഏത് പോയിന്റിലാണ് നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് എത്ര ദിവസം ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടും എന്നുള്ളത്. പിന്നെ പലരും തിങ്ക് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് കൂട്ടി കിട്ടും. അത് മണ്ടത്തരമാണ്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൂട്ടിലൈസേഷൻ ഹൈ ആവുകയും ഇതുപോലെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാവുകയും ചെയ്യും. എപ്പോഴും നമ്മുടെ ടോട്ടൽ ലിമിറ്റിൻ്റെ 30% താഴെ മാത്രം ലിമിറ്റ് യൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതർവൈസ് നമ്മുടെ യൂട്ടിലൈസേഷൻ കൂടി കഴിഞ്ഞാൽ ക്രെഡിറ്റ് സ്കോർ മോശമാകും. സോ ഇതൊക്കെയാണ് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് കോമൺ ആയിട്ട് വരുന്ന ഡൗട്ടുകൾ. ക്രെഡിറ്റ് കാർഡ് ആക്ച്വലി നല്ലൊരു ഫൈനാൻഷ്യൽ ടൂളാണ് നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതേസമയം നമ്മൾ ക്രെഡിറ്റ് കാർഡിനെ മനസ്സിലാക്കാതെ നമ്മൾ തെറ്റായിട്ട് റോങ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കടക്കെണിയിൽ പോയി പെടുകയും ചെയ്യും. സോ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഇനി ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് മിനിമം ബാലൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡൗട്ടാണ്. ചിലർ തിങ്ക് ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടിൽ ഒന്നെങ്കിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം. ആ പറയുന്ന ബാലൻസ് ഏതെങ്കിലും ഒരു ദിവസം കീപ്പ് ചെയ്താൽ മതി എന്നാണ് ചിലർ തിങ്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചിലർ തിങ്ക് ചെയ്യുന്നത് ഒരു ദിവസം നമ്മുടെ ബാലൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ പെനൽറ്റി ചാർജ് ഈടാക്കും എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഈ മന്ത്ലി ആവറേജ് ബാലൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു മാസത്തിൽ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവറേജ് ബാലൻസ് ആണ്. ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആണെങ്കിൽ 3 മാസത്തിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവറേജ് ബാലൻസ് ആണ്. അപ്പോൾ ആ ഒരു മാസം എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ നമ്പർ ഓഫ് ഡേയ്സിൽ ആവറേജ് ആ ഒരു എമൗണ്ട് കീപ്പ് ചെയ്ത് ഒന്ന് ഉറപ്പ് വരുത്തിയാൽ മതിയാകും. അല്ലാതെ എല്ലാ ദിവസവും അവർ പറയുന്ന ആ ഒരു എമൗണ്ട് കീപ്പ് ചെയ്യണമെന്നില്ല. ആവറേജ് നമ്മൾ ആ ഒരു എമൗണ്ട് കീപ്പ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വഴി വലിയ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അവർ പറയുന്ന ആ ഒരു ബാലൻസ് എല്ലാ ദിവസവും കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ആവറേജ് ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകും. ഇനിയിപ്പോൾ ഒരു ദിവസം കുറഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ കുറച്ച് കൂടുതൽ എമൗണ്ട് കീപ്പ് ചെയ്യാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 1000 രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. ആ ഒരു മാസം 30 ദിവസമാണ് ഉള്ളെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും 1000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാം. അപ്പോൾ 30 ദിവസമാകാൻ നേരത്ത് ആവറേജ് ബാലൻസ് എന്ന് പറയുന്നത് 1000 രൂപ നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എൻഡ് ഓഫ് ദ ഡേ ആ ഒരു മാസത്തിലെ ടോട്ടൽ ബാലൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. അപ്പോൾ 1000 എന്നുള്ളൊരു ആവറേജ് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം എൻഡ് ഓഫ് ദ ഡേ ബാലൻസ് 30,000 രൂപ കീപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ആവറേജ് 1000 രൂപ എന്ന് പറഞ്ഞ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കി ഇപ്പോൾ 29 ദിവസമാണെങ്കിൽ 29 ദിവസവും നിങ്ങൾക്ക് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാം. കാരണം ഒരു ദിവസം നിങ്ങൾ 30,000 രൂപ കീപ്പ് ചെയ്ത് 30,000 ഡിവൈഡഡ് ബൈ 30 ദിവസം നമ്പർ ഓഫ് ഡേയ്സ് എടുക്കാൻ നേരത്ത് ആവറേജ് 1000 എന്നുള്ളൊരു ആൻസർ കിട്ടും. സോ 1000 രൂപ നിങ്ങൾ ആ ഒരു മാസം ആവറേജ് ആയിട്ട് കീപ്പ് ചെയ്തു. ഇനി ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ സീറോ ബാലൻസ് അക്കൗണ്ടിലേക്ക് അത് പോയി കഴിഞ്ഞാലും തൊട്ട് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ എമൗണ്ട് കീപ്പ് ചെയ്ത് ആവറേജ് ആ ഒരു എമൗണ്ട് കീപ്പ് ചെയ്താൽ മതിയാകും. ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു മിനിമം ബാലൻസിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ പിന്നാലെ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ബിസിനസ് ആവശ്യത്തിനായിട്ട് പോയിട്ട് സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, 2 കാറ്റഗറി അക്കൗണ്ടുകളാണുള്ളത്. രണ്ടും പർപ്പസ് ആണ്. നിങ്ങളുടെ ഫണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ആവശ്യത്തിനായിട്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻ ഒക്കെ നടത്താനായിട്ട് നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കാം. സേവിങ്സ് അക്കൗണ്ട് എന്ന്
പറയുന്ന പേര് പോലെ തന്നെ പണം സേവ് ചെയ്യാനുള്ള ഒരു അക്കൗണ്ടാണ്. നിങ്ങളൊരു ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ബിസിനസ് പർപ്പസിനാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ബാങ്ക് അക്കൗണ്ട് കാറ്റഗറി കറണ്ട് അക്കൗണ്ട് ആണ്. സോ പർപ്പസ്ഫുള്ളി ഓരോ പർപ്പസിനും ഓരോ അക്കൗണ്ട് കാറ്റഗറി ഉപയോഗിക്കുക. പിന്നെ പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ബാങ്ക് അക്കൗണ്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ എഫക്ട് ചെയ്യുമോ. ഇപ്പോൾ നിലവിൽ അങ്ങനെ എഫക്ട് ചെയ്യുകയില്ല. കാനറ ബാങ്കിലൊക്കെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു, നമ്മുടെ അക്കൗണ്ടിലെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ. ഓഡി ലോൺ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ സിബിലിൽ വരുന്ന ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടോയെന്ന് അറിയില്ല, മുൻപ് അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വൈഡായിട്ട് ഉണ്ടായിരുന്നു. ഇത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടും സിബിൽ സ്കോറുമായിട്ട്, അതായത് ക്രെഡിറ്റ് സ്കോറുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. നമ്മുടെ ലോൺ അക്കൗണ്ടും റീപേയ്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ ഒരു ക്രെഡിറ്റ് സ്കോർ വരുന്നത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഇപ്പോൾ നിലവിൽ ബന്ധമില്ല, പക്ഷേ ഇൻഡയറക്ട്ലി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളൊരു ലോൺ എടുത്തു, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് EMI പോകത്തക്ക രീതിയിൽ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ആ ഒരു സഫീഷ്യൻറ്റ് ബാലൻസ് ഉറപ്പ് വരുന്നതാണ്. ബാങ്ക് അക്കൗണ്ടിൽ പണമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു EMI അവിടെ പെൻഡിങ് ആവുകയും അതുമൂലം നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാവുകയും ചെയ്യും. സോ ഇൻഡയറക്ട്ലി ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ പലരും തിങ്ക് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മൾ ഡെബിറ്റ് കാർഡ് എടുത്തിട്ട് അത് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ മാത്രം ചാർജ് കൊടുത്താൽ മതിയെന്ന്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഡെബിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിലും നമ്മളതിന് ജോയിനി ഫീസും ആനുവൽ ഫീസും വർഷം കൊടുക്കണം. പിന്നെ ഉള്ളൊരു ഡൗട്ടാണ് ഒരാൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് എടുക്കാം. അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഓരോ ബാങ്ക് വൈസും ലിമിറ്റ് വന്നേക്കാം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ബാങ്കിൽ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ ഒരു അക്കൗണ്ട് മാത്രമായിരിക്കും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. ഉദാഹരണമായിട്ട് സേവിങ്സ് അക്കൗണ്ട് കാറ്റഗറിയിൽ ഒരു അക്കൗണ്ട് ആയിരിക്കും ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക. ആ സെയിം ബാങ്കിൽ തന്നെ പോയിട്ട് നിങ്ങൾക്ക് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇനിയിപ്പോൾ വേറെ ബാങ്കിൽ പോയിട്ട് സേവിങ്സ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സോ ഒരു പർട്ടിക്കുലർ ബാങ്കിൽ അക്കൗണ്ട് വേരിയൻ്റ് അനുസരിച്ച് ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരാൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിലും എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്പർ ഓഫ് ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെയുള്ള ഒരു സംശയമാണ് ഒരാൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് വേണം. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഡിസൈഡ് ചെയ്യുക. നിങ്ങളുടെ സാലറി റിസീവ് ചെയ്യാനായിട്ട് ഒരു അക്കൗണ്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആവശ്യത്തിനായിട്ട് ഇപ്പോൾ ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പർച്ചേസ് ചെയ്യണം, അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് പണം സേവ് ചെയ്യാനായിട്ട് വേറൊരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാം. സോ ഇങ്ങനെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഉപയോഗിക്കാം. എപ്പോഴും ബെറ്റർ ഒരു ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ട്രാൻസാക്ഷൻ നടത്താതിരിക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ നടത്താനും സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ.